കൊല്ലം അഞ്ചലിലെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്ന അനധികൃത വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ഇൻഷുറൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ഇല്ലാത്ത വാഹനങ്ങളാണ് പിടികൂടിയത്. പരിശോധനയിൽ പല സ്കൂൾ ഡ്രൈവർമാർക്കും ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി വാഹനങ്ങൾ അമിത വേഗതയിൽ സർവീസ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. പുനലൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ജീപ്പ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ മോട്ടോർ വാഹന വകുപ്പ് വീടുകളിലെത്തിച്ചു. രക്ഷിതാക്കൾ നേരിട്ട് ഏർപ്പാടാക്കിയ ജീപ്പാണ് അനധികൃതമായി സർവീസ് നടത്തിയത്. വാഹനത്തിലെ രേഖകൾ പരിശോധിച്ചു. വാഹനത്തിന് ടാക്സ്, ഇൻഷുറൻസ് എന്നിവ ഇല്ലായിരുന്നു. ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു. കൂടാതെ വാഹനത്തിൻ്റെ മേജർ പോർഷൻ ബോഡിയും ദ്രവിച്ച് പൊളിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിലുമായിരുന്നു. കൂടാതെ അതിൻ്റെ മെയിൻ ലീഫ് ഒടിഞ്ഞു പോയിട്ടുള്ളതായിരുന്നു. കോട്ടുക്കൽ, ആലപ്പുഴക്കൽ, നെടുമ്പുറം, ആലംകോട് എന്നീ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ഈ ജീപ്പിൽ അഞ്ചലിലെ വിവിധ സ്കൂളുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. ജീപ്പ് തുരുമ്പെടുത്ത് യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ടാക്സി പെർമിറ്റില്ലാത്ത ജീപ്പിന് സ്വകാര്യ ഉപയോഗത്തിന് മാത്രമാണ് രജിസ്ട്രേഷനുള്ളത്. സമാന രീതിയിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.